എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒത്തിരി പേർക്ക് ഇഷ്ടമായി. അപ്പോൾ പലരും പറഞ്ഞ് ഇങ്ങനെയൊക്കെയുള്ള ഔട്ടിങ് വീഡിയോ ഒക്കെ ഇടണേ, ശ്രമിക്കാം അങ്ങനെ ഇടാനായിട്ട്. എന്തുകൂടാ അപ്പം ഇന്നത്തെ വീഡിയോയും ഒരു കുഞ്ഞു വീഡിയോയാണ്. അതിൻ്റെ അകത്ത് രാവിലെ തൊട്ട് ഞങ്ങൾക്ക് മെനക്കേടായിരുന്നു. ഇതില്ല ഗാന്ധി ജയന്തിയുടെ ഒക്കെ അതിന് മുമ്പിട്ട് പ്രൈസമോൻ ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. ചർക്ക മെഷീൻ, അതൊരു ഉപകരണം. പണ്ട് നമ്മുടെ ഗാന്ധിജിയുടെ സമയത്ത് ഈ നൂൽ കൊണ്ട് ഈ തുണി കൊണ്ടുവന്നത് അതൊരു മെഷീനാണ്, ചർക്ക മെഷീൻ. അതിൻ്റെ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അത് ടീച്ചർമാർ അതിൻ്റെ കൊണ്ടുപോകേണ്ടിയ എൻ്റെ രാത്രി 11 മണിക്കാണ് മെസ്സേജ് വന്നത്. പിന്നെ രാവിലെ അറിയിച്ചപ്പോൾ ഈ സാധനങ്ങൾ മെറ്റീരിയലെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ ഞാനും പോളും ഇവനെയും കൊണ്ട് തന്നെ നമുക്ക് ചെയ്യിപ്പിച്ചാൽ അവനെ സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. പെട്ടെന്ന് പോൾമോനും ഉണ്ടായിരുന്നു. പോൾമോനും റീച്ചാനും ഞാനും എല്ലാവരും കൂടെ ആവുന്ന തരത്തിൽ പോൾമോനാ കൂടുതലും സൗണ്ട് ഉണ്ടാക്കാതെ കൂടുതലും ചെയ്തത് അവനാ. പിന്നെ ഞാൻ ഓരോന്നൊക്കെ എടുത്ത് അങ്ങനെ കൊടുത്തന്നേ ഉള്ളൂ. എൻ്റെ ഉച്ചക്കത്തെ വരെയുള്ള സമയം അങ്ങനെ പോയി. ഇവനെ വിടുന്നിടം വരെ അതിൻ്റെ പുറകെ ആയിരുന്നു. അതെല്ലാം ശരിയാക്കി ഒരു വിധത്തിൽ കൊടുത്ത് വിട്ട്. അവർ നേരത്തെ ഒന്ന് ഒരു 2 ദിവസത്തിന് മുമ്പിട്ട് പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് ഒന്നീ കൊച്ചിനെ കൊണ്ടേലും ചെയ്യിപ്പിക്കാമായിരുന്നു. അവർ വീഡിയോ അയച്ചു തന്നാൽ വീഡിയോ നോക്കി ചെയ്താൽ മതി. എന്നാലും എല്ലാം അന്നേരം വാങ്ങിക്കണ്ടായിരുന്നോ? അയ്യോ, ഒരു മെനക്കേട് പരിപാടിയായിരുന്നു. ഇതൊന്നുമല്ല. പിന്നെ മക്കൾ പോയി പടി. ഹിന്ദി അമ്മ ഇപ്പം ബഹുവചനം ഒക്കെ ചോദിച്ചാൽ നീ എഴുതുമോ? ഇന്നലെ 3-4 പ്രാവശ്യം എഴുതിപ്പിച്ചല്ലേ. എനിക്കാണെങ്കിൽ ഇവൻ്റെ പുറകെ ഇരുന്നിരുന്ന് തലവേദന എടുക്കുന്നു. ഇവന് ഹിന്ദി ഒന്ന് 4-5 പ്രാവശ്യം ഇന്നലെ എഴുതിപ്പിച്ച്. എന്നിട്ട് അവന് ഒരു ഡോട്ടിൻ്റെ തെറ്റ് വന്നാലും അത് തെറ്റല്ലേ, ടീച്ചർമാർ തെറ്റിടും. അവൻ പറ അതിനെനിക്ക് അരമാർക്ക് കിട്ടുമെന്ന്. വരുന്നോ വീഡിയോയിൽ? വാടാ. ഓമനാൻറ്റി ചോദിച്ചു, പ്രൈസമ്മോൻ ഇത്രയൊക്കെ പറയാൻ അറിയാമോന്ന്? മമ്മിയെ ഞാൻ പിടിച്ചോളാം, സൂക്ഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞേ. പ്രൈസമ്മോൻ്റെ ചില സമയത്തെ സംസാരം കേട്ടാൽ എൻ്റെ ഓമനാൻറ്റി നമ്മളൊക്കെ മാറി നിന്നു പോകും കേട്ടോ. ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും എല്ലാം അവനറിയാം. ഇങ്ങനെ ഇരുന്നാൽ മതി പ്രൈസമ്മോൻ. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. എന്താ പറയാൻ വന്നത്? എന്തോ നല്ല കാര്യമൊന്നും എന്തോ പറയാൻ വന്നേ, മറന്നുപോയി. അവനിപ്പം ഞാൻ മാതളനാരങ്ങ അറിയിച്ച ഇന്നലെ കൊണ്ടുവന്നു. ഞാൻ ചിന്തിച്ചു, കണ്ടോണ്ടേ കുഞ്ഞതാ കൊണ്ടുവന്നത്. ഇന്നലെ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വന്നോണ്ടേ ഞാൻ ചിന്തിച്ചു അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ നോക്കണേ എവിടുന്നോ അത് വെച്ചെടുത്തല്ലേ ഇച്ചിരി കളർ പോലെ. ഞാൻ ചിന്തിച്ചത് എവിടുന്ന ഏതോ ഒരെണ്ണം ഇത്തിരി ഹോള് പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ചത് എന്നാൽ പന്നലാവുമെന്ന് പറഞ്ഞ് എല്ലാം കൂടെ അങ്ങ് പൊളിക്കാമെന്ന് പറഞ്ഞു. പൊളിച്ചുകൊണ്ടെങ്കിൽ നല്ല അടിപൊളി മധുരമായിരുന്നു എന്നുള്ളത്. പണ്ടൊക്കെ ഇവർ തിന്നത്തില്ലായിരുന്നു. ഇവൻ തിന്നും. അതിൻ്റെ ആ ജ്യൂസ് ഉണ്ടല്ലോ ഇങ്ങനെ എടുത്തിട്ട് ആ അരിയും കളയുമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞത് എല്ലാം കൂടെ കടിച്ച് തിന്നുന്നു, അരിയും കൂടെ അങ്ങ് ചവച്ച് തിന്നുന്നു. അങ്ങനെ എല്ലാം കൂടെ ഇളക്കി എല്ലാവർക്കും കൂടെ കൊടുത്ത് ഇപ്പം സ്പൂണും കൊണ്ട് കോരി അങ്ങ് തിന്ന്. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി ഉണ്ടാക്കുന്നുണ്ട്, ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് മാവൊന്ന് കലക്കി അങ്ങോട്ട് മാറ്റി വയ്ക്കട്ടെ. എന്നിട്ട് ദോശക്കല്ലൊന്ന് ചൂടാക്കാൻ വെക്കട്ടെ. ഇപ്പോൾ രാവിലെ ഞാൻ ഒരടപ്പത്ത് ഇഡലി വെച്ചിട്ടുണ്ട്, ഒരടപ്പത്ത് ചായക്ക് വെച്ചിട്ടുണ്ട്. കഴിവതും ഞാൻ 4 അടുപ്പ് കത്തിക്കാതിരിക്കാൻ നോക്കും. പക്ഷേ രാവിലെ ചിലപ്പോൾ ഞാൻ 4 അടുപ്പ് കത്തിക്കും. ഒന്നിൽ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. അപ്പം ചായയൊക്കെ ഇച്ചിരി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഞാൻ തീയൊന്ന് കുറച്ചിട്ട് ബാക്കി ഇങ്ങനെ ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. പിന്നെ ചായ തിളച്ചിട്ട് പിന്നെ ഡാഡിക്ക് കൊടുത്തിട്ട് ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ ഒരു ചായ കൊടുക്കും, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും കൊടുക്കും. അപ്പം പിള്ളേർക്കുള്ള പാലും കാച്ചി ഞാൻ ചായയും വെള്ളവും പാലും കൂടെ അങ്ങ് വെച്ച് ചിലപ്പം തേയില വെള്ളം ഒന്ന് തിളച്ചിട്ട് പാലൊഴിക്കും, ചിലപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് വെക്കും. അപ്പോൾ അതുകൂടെ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന്
ഇന്നലത്തെ സാമ്പാറുണ്ടല്ലേ, അതുകൊണ്ട് സാമ്പാർ കൂടെ എടുത്തൊന്ന് ചൂടാക്കിയാൽ പിന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള ദോശ ഇവർക്ക് പിന്നെ ഡാഡിക്ക് കുഴപ്പമില്ല, ഇവർക്ക് ആണെങ്കിൽ എല്ലാവർക്കും ഇപ്പം പ്രൈസിന് വരെ ഇപ്പോൾ ഇഷ്ടം കട്ടി കുറഞ്ഞ ആ ദോശ. പിന്നെ ഇഡലി അങ്ങ് ഉണ്ടാക്കി. എനിക്ക് നേരത്തെ ആയിരുന്നെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഇഡലി ഉണ്ടാക്കിയാലും എനിക്ക് ദോശ വേണമായിരുന്നു. ഇപ്പോൾ പക്ഷെ അങ്ങനെ ദോശ വേണമെന്നൊന്നുമില്ല, ഇഡലി ആണെങ്കിലും ഞാൻ കഴിക്കും. ഇപ്പം ഇഡലിയുടെ ഒരു ഷേപ്പോ ഇച്ചിരി സോഫ്റ്റ്നെസ്സോ കുറവുണ്ടെങ്കിൽ ഇവിടെ ആരും തിന്നത്തില്ല, അത് നമ്മൾ തിന്നേണ്ടി വരത്തില്ലേ. ആർക്കും വേണ്ടാത്തത് പാവം അമ്മമാരാണ് കഴിക്കുന്നത്. എല്ലാവരും അങ്ങനെ കഴിക്കുമെന്ന് അറിയത്തില്ല, ഞാൻ കഴിക്കും കേട്ടോ. കാരണം ഇപ്പം കളയുന്നെങ്കിൽ ദാണ്ടെ ഇന്നലെ മുട്ടക്കാരൻ്റെ ഇന്ന് നമ്മൾ ഈ വീറ്റ് ബ്രെഡ് ആയിരുന്നല്ലോ വാങ്ങിക്കുന്നത്, 45 രൂപയായിരുന്നു. ഇന്നലെ ഞാൻ ചോദിച്ചോണ്ടേ 50 എല്ലാത്തിനും വില കൂടിയെന്ന് വെച്ചാൽ എല്ലാത്തിനും. അതിനും കുറയത്തുമില്ലേ. എന്തോ എങ്ങനെ മനുഷ്യർ പോവും എന്നും ഞാൻ പറയുന്നത് ഇത് തന്നെ. എല്ലാത്തിനും നമ്മളിപ്പോൾ മനസ്സിൽ ചിന്തിക്കുക, ഇന്ന സാധനത്തിന് വില കൂടിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഉടനെ അതും കൂടും. ഇനിയിപ്പോൾ അതനുസരിച്ച് ഇനിയും ഈ വർഷവും സ്കൂൾ ബസ് ഫീസും കൂട്ടിയതാ, സ്കൂളിലെ ഫീസും കൂട്ടിയതാ. അടുത്ത വർഷം ഇങ്ങനെയാണെങ്കിൽ കൂട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പം ദോശ ഒത്തിരി അങ്ങ് സോഫ്റ്റായിരുന്നു മാവ്, അപ്പം തിരിച്ചിടാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് അങ്ങ് സോഫ്റ്റായിരുന്നു. പഞ്ഞി പോലത്തെ ദോശയുമായിരുന്നു. അപ്പോൾ ഇഡലിയൊക്കെ ഒന്ന് ഇടട്ടെ. അപ്പോഴത്തേക്കിന് ചായയൊക്കെ എടുത്ത് വെച്ച് അതൊന്നിനിയും ആറ്റിച്ചിട്ട് ചായ കൊടുക്കട്ടെ. അപ്പോൾ സാമ്പാറും ഞാനെടുത്തൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അപ്പം ദോശയും റെഡിയായി, ഇഡലിയും റെഡിയായി, സാമ്പാറും റെഡിയായി. പിന്നെ ഇനിയും കൊച്ചന് കൊണ്ടുപോകാനായിട്ട് ഞാൻ മസാല ഇഡലിയാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഡാഡിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൊടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാനും കഴിച്ചു. അപ്പം പിന്നെ ഇതായിരുന്നു പരിപാടി ഞങ്ങളുടെ. അന്നത്തെ ദിവസം മൊത്തം നമുക്കിതിൻ്റെ പുറകെ പോയതിൻ്റെ. എനിക്കെന്ന് പറഞ്ഞാൽ തീരുമോ ചെറുക്കിന് കൊടുത്തും വിടണം, ആ ഒരു വെപ്രാളമായിപ്പോയി. വെച്ചാൽ നമുക്ക് ഒരു ധൈര്യം തരും, ടെൻഷൻ എടുക്കണ്ട, അല്ലെങ്കിൽ ഞാൻ എന്നാൽ അവനെ ബസ് ഒരു 11:30 കഴിഞ്ഞ് വരുവാനില്ലേ. അല്ലാതെ റീച്ചാൻ്റെ ഓഫീസിൻ്റെ അടുത്താണ് ഇവൻ്റെ സ്കൂള്. അപ്പോൾ അങ്ങോട്ട് റീച്ചാൻ ബൈക്കിൽ കൊണ്ടുപോകാമെങ്കിൽ ഒരു 12:15 പോയാലും മതി. ലേറ്റാകുവാണെങ്കിൽ ഞാൻ എന്നിട്ട് പിന്നെ എനിക്ക് ആണെങ്കിൽ അങ്ങ് പേടിയാ, ബസ് പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ, ഞാൻ കൊണ്ടുവിടാം, ടെൻഷൻ എടുക്കണ്ടെന്ന് പറഞ്ഞു. എന്തോന്നാലും സമയമായണേ ചെയ്തു. ഇതൊക്കെ ഇത്തിരി അല്ലാതെ വല്ല ചെറിയ പ്രൊജക്റ്റ് ആണെങ്കിൽ പോട്ടെന്ന് പറയാം. ഇതിപ്പോൾ എല്ലാം ഈ സ്റ്റിക്കും കൊണ്ട് ഒട്ടിക്കുകയൊക്കെ ആയതുകൊണ്ടുള്ള ഇതാണ്. പിന്നെ നൂലും കൊണ്ടൊക്കെ കെട്ടി ഒരു വിധത്തിൽ. പിന്നെ അവർ വീഡിയോ അയച്ചു തന്നതുകൊണ്ട് അത് നോക്കി നമുക്ക് പെട്ടെന്ന് ചെയ്യാമായിരുന്നു. എന്നാലും ചെയ്യാനൊരാൾ വേണ്ടേ. അതിനുശേഷം അതെല്ലാം ഒന്ന് കുറച്ചൊക്കെ ഞാൻ വേണ്ടിയ കാര്യങ്ങളൊക്കെ കാർഡ്ബോർഡൊക്കെ പിന്നെ വേണമായിരുന്നു, അതൊക്കെ എടുത്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ വന്ന് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് വന്നു. പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ.
ഇപ്പം ഇന്നലത്തെ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നായിരുന്നു, ബിജി പേരൻസ് മീറ്റിങ്ങിനൊന്നും പോകത്തില്ലേന്ന്. പേരൻസ് മീറ്റിങ്ങിന് റേച്ചാൻ്റെ ഓഫീസിൻ്റെ അടുത്താണ് ഇവരുടെ സ്കൂള്. അപ്പോൾ റേച്ചാൻ അങ്ങ് പേരൻസ് മീറ്റിങ്ങിനൊക്കെ പോവും. അപ്പം അങ്ങോട്ട് കയറിയാൽ മതിയല്ലേ. അതുകൊണ്ട് ഞാൻ പിന്നെ അല്ലെങ്കിൽ ഇവിടുന്ന് റിക്ഷയൊക്കെ പിടിച്ച് പോകണ്ടേ, ഇവിടുന്നൊക്കെ റിക്ഷ കിട്ടാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ പോകാറില്ല, റേച്ചാനാണ് അങ്ങ് പോകുന്നത്. പോൾമോൻ്റെ പരിപാടി കഴിഞ്ഞില്ല. പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഞാൻ പിന്നെ അകത്ത് പോയി ഓരോന്നൊക്കെ ചെയ്യാനായിട്ട് പോയി. മീൻകറി വെക്കാൻ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പൊളിക്കണമായിരുന്നു. പിന്നെ അതെടുത്തുകൊണ്ട് അകത്ത് പോയി പാത്രങ്ങളെല്ലാം കഴുകിയിട്ടാണ് പിന്നെ അത് ചെയ്യാൻ പോയത്. അങ്ങനെ പ്രീസമ്മോൻ്റെ ചക്ര ഉണ്ടാക്കി പോൾമോൻ. എത്ര മണിക്കൂറത്തെ പരിശ്രമമായിരുന്നു ഇത്രയും ഒരു സാധനം. ഞാൻ പിന്നെ മീൻകറിയൊക്കെ വെക്കാനായിട്ട് തുടങ്ങി. ഒരു 2-3 ദിവസത്തിന് മുമ്പിട്ട്, എൻ്റെ ഇപ്പോഴത്തെ വീഡിയോ ഒന്നുമല്ല, ഒരു 4 വർഷത്തിന് മുമ്പിട്ടിട്ട ഞാനൊരു കപ്പ, എല്ലും കപ്പയും, അതിൻ്റെ അകത്തൊരു കമൻറ്റ് വന്നായിരുന്നു. കറി എന്താ പച്ചിച്ചിരിക്കുന്നേ, ഇനി ഞാൻ വെച്ച കറിയാണോ ആ ആൾ വെച്ച കറിയാണോ എന്തോ അതെനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നേ, ഇപ്പം തോന്നുന്നു അത് വെറുതെ ചോദിച്ചായിരിക്കും. നമ്മളിപ്പോൾ ഓൾറെഡി കറി വെക്കുവാണെങ്കിൽ ഒന്നീ മഞ്ഞ കളറെന്ന് പറയും, അല്ലെ ചുവന്ന കളറെന്ന് പറയും, മുളക് പൊടിയൊന്നും ചേർക്കാറില്ല. ഇത് എന്തെങ്കിലും ഞാൻ എന്നിട്ട് ചോദിച്ചു ഏത് കറിയാണ് പച്ചിച്ചിരിക്കുന്നത്. അതിനൊരു റിപ്ലൈ ഇല്ല. അങ്ങനെ ഒരു കമൻറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിലർ വെറുതെ ചോദിക്കും, ചിലർ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കും. അതിപ്പോൾ നമുക്കൊന്നും മനസ്സിലാകത്തില്ല, ഇത് സീരിയസ് ആയിട്ടാണോ അല്ലാതാണോ ഈ ചോദിക്കുന്നതെന്ന്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, അന്നേരം ഞാൻ ആ 4 വീഡിയോ ചെന്ന് നോക്കി 4 വർഷം കഴിഞ്ഞ് അതിൽ ചില കമൻസ് നോക്കിയുണ്ട്. അയ്യോ, 4 വർഷം കൊണ്ട് അന്നൊക്കെ കാണുന്ന എൻ്റെ സബ്സ്ക്രൈബർ ഇപ്പോഴും ചിലർ ഉണ്ട്, ചിലരൊന്നും കാണാനില്ല, ഇപ്പോഴും കമൻ്റ് ഇടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അന്ന് ഞാൻ ഈ റെസിപ്പീസൊക്കെ ഇടുന്ന സമയത്ത് ഒരു കമൻറ്റ് വന്ന്, ചായ ഉണ്ടാക്കുന്ന എങ്ങനെ ചായ ഉണ്ടാക്കുന്നതെന്നൊരു വീഡിയോ ഇടാമോന്ന്. അപ്പോഴും ഞാനും റീച്ചാനും പറഞ്ഞത്, ചായ ഇടാൻ ആർക്കും അറിയാൻ വയ്യാത്തത്, ഇങ്ങനെയും അത് വെറുതെ ആയിരിക്കുമോ. അപ്പം പിന്നെ ഞാൻ ചിന്തിച്ചു, എന്നാൽ എന്ത് വന്നേലും ഒന്ന് ഇട്ടേക്കാം, ചിലപ്പോൾ അറിയാൻ വയ്യാത്തവർ കാണുമല്ലോ എന്ന്. അങ്ങനെ ഞാൻ ചായ ഇട്ടു. എൻ്റെ പൊന്നോ, നിങ്ങളാരും വിശ്വസിക്കത്തില്ല. പക്ഷെ അന്നത്തേന് അത്രയും വ്യൂസ് എനിക്കിപ്പം ഒത്തുമില്ല. അന്ന് റെസിപ്പികളായിരുന്നു ഇടുന്നത്. 8 ലക്ഷത്തിപ്പുറത്ത് ആൾക്കാർ ആ ചായയുടെ വീഡിയോ കണ്ടെന്നുള്ളതാണ്. എങ്ങനെയോ അതങ്ങ് വൈറലായി. അപ്പം ഞാൻ ഇപ്പോൾ എൻ്റെ പഴയ ചില വീഡിയോസുകളൊക്കെ എടുത്ത് നോക്കുന്ന ഉടനെ അങ്ങ് സങ്കടവും വരും. ചിലപ്പം എന്താ ഒട്ടും ഇങ്ങനെ വ്യൂസ് ഇല്ലാത്തതെന്നാണ്. അത് കഴിഞ്ഞ് അന്നൊന്നും ആരും അങ്ങനെ വ്ളോഗ് ചെയ്യാറില്ലായിരുന്നു, ഇങ്ങനെ ഞാൻ ഈ ചെയ്യുന്ന പോലെ. ആ സമയത്തും ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ അറിവിൽ ഞാനായിരുന്നെന്നാണ്. അത് കഴിഞ്ഞ് ഓരോ ചാനലുകാർ എല്ലാവരും ഇങ്ങനെ വീഡിയോ റെസിപ്പി മാത്രമേ ഇടത്തുള്ളായിരുന്നു. പിന്നെ എല്ലാവരും അങ്ങനെ വീഡിയോ ഇടാൻ തുടങ്ങി. എൻ്റെ അറിവാണ്, ഇനിയിപ്പോൾ അറിയത്തില്ല വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നുള്ളത്. അങ്ങനെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതൊന്നിപ്പം ഇതിൻ്റെ കൂടെ ഇച്ചിരി കപ്പയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഒരു മീനൂടെ ഇരിപ്പുണ്ട്, അന്നേരം ഞാനൊരു കപ്പയും കൂടെ ഉണ്ടാക്കും. പക്ഷേ കപ്പ ബിരിയാണി ഉണ്ടാക്കാനായിരുന്നേ, അന്നേരം ബീഫ് വേണമെങ്കിൽ ഇച്ചിരി ദൂരെ പോകണം. റേച്ചാൻ ഒട്ടും സമയമില്ല. പോൾമോൻ മെനക്കെട്ടുണ്ടാക്കിയതും കൊണ്ട് ഇതാണ്ട പ്രൈസമ്മോൻ നിൽക്കുന്നത്. അപ്പോൾ ഇത് ടീച്ചർമാർ ഫോട്ടോ ഇങ്ങനെ എടുത്ത് നമുക്ക് വാട്സപ്പിൽ അയച്ചു തരും. നാളെ ആരോ ചോദിച്ചായിരുന്നു ഈ ഫോട്ടോ വീഡിയോ ആരാ എടുക്കുന്നതെന്ന്. അത് ടീച്ചർമാർ തന്നെ എടുക്കുന്നത്. അവരെന്നിട്ട് നമുക്ക് അയച്ചു തരും, വാട്സപ്പ് ഗ്രൂപ്പിലിടും. അപ്പോൾ ഇനി ഞാൻ കാണിക്കുന്നത് ഇവിടുത്തെ ഈ ഗർഭകളിയുടെ ഇതാണ്. ഞങ്ങളുടെ ഫ്രണ്ടിലല്ലേ, ഇച്ചിരി സൗണ്ട് കാണുവേ. നിങ്ങളുടെ സ്പീക്കറൊക്കെ ആണെങ്കിൽ വോളിയം ഒന്ന് കുറച്ചേരേ. ഞാനൊരു ഇച്ചിരി നോർമൽ സൗണ്ട് വെച്ചുള്ളൂ. കാരണം കോപ്പിറൈറ്റ് വന്ന് എന്തുണ്ടെന്ന് പറഞ്ഞ് ഇപ്പം യൂട്യൂബിലാകെ ഇപ്പം വീഡിയോ ഇടാൻ പേടിയാണ്. കാരണം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർ സ്ട്രൈക്ക് തരും. അതുകൊണ്ട് ഞാൻ മ്യൂസിക് അങ്ങ് അവോയ്ഡ് ചെയ്തേ. അപ്പോൾ ഇതാ പരിപാടി. പണ്ടത്തേൻ്റെ കൂട്ടൊന്നും ഇല്ല, ഇപ്പം തീരെ ആൾക്കാർ കുറവാണ്. കുറേ കൊച്ചു പിള്ളേർ മാത്രമുണ്ട്. പണ്ടൊക്കെ ഇവിടുന്ന് അങ്ങ് റൗണ്ട് അടിച്ചായിരുന്നു, അങ്ങ് പാതിരാത്രി വരെ ഉണ്ടായിരുന്നു. ഇപ്പം 10 മണി കഴിഞ്ഞാൽ പിന്നെ അന്ന് 10:30 നിർത്തിയായിരുന്നു. അപ്പം ഞാൻ താണ്ട പ്രൊമഗ്രനേറ്റ് ഇങ്ങനെ എല്ലാം പൊളിച്ച്, ഇത് പ്രൈസമ്മോൻ്റെ പങ്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, പണ്ട് പിന്നെ ഇഷ്ടമല്ലായിരുന്നു ഇത്.
റേച്ചാനിപ്പോൾ മാർക്കറ്റിൽ പോയാൽ ഇത് കണ്ട ഉടനെ വാങ്ങിക്കുന്നത്. എനിക്ക് ബ്ലഡ് കുറവല്ലേ, അതുകൊണ്ട് എൻ്റെ അടുത്ത് പറയും ഡെയിലി ഓരോന്ന് തിന്നണമെന്ന്. എവിടാ നമ്മൾ ഡെയിലി ഓരോന്ന് തിന്നാനിരിക്കുന്നത്? ഞാനിപ്പോൾ എല്ലാം കൂടെ പൊളിച്ച് ഇവർക്കും എല്ലാവർക്കും കൂടെ കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണിലൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.